നമ്മുടെ BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാകാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ അയച്ചതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം 3000-ഓളം ഫേക്ക് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പേരിലും MS ധോണിയുടെ പേരിലും പിന്നെ അമിത്ഷായുടെ പേരിലും ഒക്കെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ബിഹൈൻഡ് ദ കർട്ടൻ ഇന്ത്യൻ കോച്ച് ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമായെന്നൊക്കെയാണ് ഒരു IPL ടീമിന്റെ ഓണറുടെ ഭാഗത്തു നിന്നും വരുന്ന അറിവെന്ന് നമ്മുടെ ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിക്ബസും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രിക്ബസിന്റെയും ESPN റിപ്പോർട്ട് അനുസരിച്ച് ഏതോ ഒരു IPL ടീമിന്റെ ഓണർ അടുത്ത ഇന്ത്യൻ കോച്ച് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ആരുമില്ല, ഗൗതം ഗംഭീർ തന്നെ ആയിരിക്കും കോച്ച്. 3 വർഷത്തേക്ക് വരാൻ പോകുന്ന കാലയളവിൽ ഗൗതം ഗംഭീർ ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് നിയമിതനാവും എന്ന് ഒരു IPL ഫ്രാഞ്ചൈസിയുടെ ഉടമസ്ഥ ക്രിക്ബസിനോട് പറഞ്ഞെന്നാണ് റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഗംഭീർ കോച്ചായി കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം കപ്പെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പക്ഷേ ഗംഭീർ കോച്ച് ആവണമെങ്കിൽ ഗംഭീറിന് കുറേ അധികം കണ്ടീഷൻസ് ഉണ്ട്. ബിഗ് നെയിംസിന്റെ കളി, അല്ലെങ്കിൽ കോഹ്ലിയൊക്കെ കുംബ്ലെ ഭരിച്ചതുപോലെയും അല്ലെങ്കിൽ രവിശാസ്ത്രിയെ റബ്ബർ സ്റ്റാമ്പാക്കി നിർത്തിയതുപോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഗംഭീർ എന്ന് പറഞ്ഞാൽ മാൻ വിത്ത് ഹൈ ആറ്റിറ്റ്യൂഡ് ആൻഡ് പ്രൈഡ് ആണ്. അപ്പം അയാളുടെ സിസ്റ്റത്തിനോട് പറയുന്നതനുസരിച്ച് നിന്ന് ഒരു സ്ട്രിക്റ്റ് സെനാരിയോയിൽ കളിക്കാൻ പറ്റുന്നവർ മാത്രമേ ഇനി ടീമിൽ കാണത്തുള്ളെന്ന് ഉറപ്പാണ്. അപ്പം ഗംഭീർ 3 വർഷത്തേക്ക് ഇന്ത്യൻ ടീമിന്റെ കോച്ചാകും എന്നുള്ള വാർത്ത സത്യമായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ക്രിക്ബസിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.